ഹായ് ഡിയേഴ്സ്, സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ഇഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീക്കിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ്. സ്പീക്കിങ്ങിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടിപ്പുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്പീക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ പേർക്കും ടഫ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് സ്പീക്കിംഗ്. കാരണം മറ്റൊരാളും കൂടെ നമ്മുടെ എക്സാമിന് ഇൻവോൾവ് ആവുകയാണല്ലോ. അപ്പൊ നമുക്ക് ഓഫ് കോഴ്സ് സ്ട്രെസ്സും ടെൻഷനും എല്ലാം കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ സ്പീക്കിംഗിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാൻഡ് ഈസി ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. വൺ വേർഡ് ആൻസേഴ്സ്, നോ, യെസ് അങ്ങനത്തെ ആൻസേഴ്സ് മാത്രമായിട്ട് കൊടുക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ ആൻസേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇപ്പം ഡു യു ലൈക്ക് ഐസ്ക്രീംസ്, നോ ഐ ഡോണ്ട്, യെസ് അബ്സല്യൂട്ട്ലി, ഇങ്ങനെ മാത്രം ആൻസേഴ്സ് പറയാമോ? പാടില്ല, അത് റോങ് ആണ്. അതിന് നമ്മൾ എക്സ്റ്റൻഷൻ കൊടുക്കണം. നോ ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ അവർ ത്രോട്ട്. യെസ് ഓഫ് കോഴ്സ് ഐ ലവ് ഐസ്ക്രീംസ്, ഐ ക്യാൻ സ്കിപ്പ് എ മീൽ ഫോർ ഈറ്റിംഗ് ഐസ്ക്രീം. അങ്ങനെയും പറയാം. അപ്പം എപ്പോഴും നമ്മൾ നോ യെസ് എന്ന് മാത്രം പറയാതെ അതിനെ തീർച്ചയായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ ആണ്, വാമപ്പ് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 സെന്റൻസിൽ ആൻസർ ചെയ്യുക, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പറയുക. തേർഡ് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഒരു 2 to 3 സെന്റൻസസിൽ നമ്മൾ ആൻസേഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പറയാം. പക്ഷെ സെക്കൻഡ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും പേഴ്സണൽ എക്സാമ്പിൾസ് കൊടുക്കാതിരിക്കുക. ഓക്കെ, കുറച്ചും കൂടെ ഫോർമൽ ആയിട്ടായിരിക്കണം നമ്മളുടെ സംസാരം വരേണ്ടത്. 20 സെക്കൻഡ് എങ്കിലും നമ്മൾ പാർട്ട് 1 നമ്മൾ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഈച്ച് ക്വസ്റ്റിന് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും അത് ഒരു 1 മിനിറ്റ് ഒക്കെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ തേർഡ് പാർട്ട് ഓർ ഫോളോ അപ്പ് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു 1 മിനിറ്റ് എങ്കിലും ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന് ആൻസർ ചെയ്യുക. കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് നമ്മൾ ആൻസർ പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. തേർഡ് സെക്ഷനിലും എക്സാമ്പിൾസ് കൊടുക്കാം, പക്ഷെ പേഴ്സണൽ എക്സാമ്പിൾസ് ആവരുത്. ഫസ്റ്റ് സെക്ഷനിൽ എക്സാമ്പിൾ കൊടുക്കുവാണെങ്കിൽ പേഴ്സണൽ എക്സാമ്പിൾസ് കൊടുക്കാം, നോ പ്രോബ്ലം. നമുക്കറിയാം സെക്കൻഡ് സെക്ഷൻ ക്യൂ കാർഡ് ആണ്. അപ്പൊ ക്യൂ കാർഡ് നമ്മൾ 1 മിനിറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് 2 മിനിറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി IELTS, OET, PT ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇൻഡിവിജ്വൽ കസ്റ്റമൈസ് നിങ്ങളുടെ ലെവൽ അനുസരിച്ചുള്ള മലയാളത്തിലും കൂടെ അർത്ഥം പറഞ്ഞെന്ന് പഠിപ്പിക്കുന്ന ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ബൈ.